ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഔഷധ ചെടികളും അതേപോലെ കുറച്ച് കൃഷികളുമാണ് കാണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. പറമ്പിലൊക്കെ ഇപ്പോൾ ചക്കിയും മാങ്ങയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമല്ലേ, അപ്പോൾ പറമ്പിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് എടുത്തതാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ നിൽക്കുന്ന ചെടി പൊന്നാങ്കണ്ണി ചീരയാണ്. അതുപോലെ തന്നെ നിൽക്കുന്ന ചെടി ആഫ്രിക്കൻ മല്ലിയാണ്. സാധാ മല്ലിയിൽ നമ്മൾ എന്തിനെല്ലാം ഉപയോഗിക്കും, അതേപോലെ ആഫ്രിക്കൻ മല്ലിയുടെ ഇല നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഈ നിൽക്കുന്നത് മുറിക്കൂട്ടി പറയും, ഞങ്ങൾ ടിഞ്ചർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് നമ്മളെ കൈമല കാലുമലായിട്ട് മുറിവറ്റ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇതിൻ്റെ ഇലയുടെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങി കിട്ടും. അതേപോലെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തുളസി ചെടിയാണ്. ഈ നിൽക്കുന്ന ചെടി ചെറുള എന്ന് പറയും. ചെറുള എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ചെറുള കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. കിഡ്നി സ്റ്റോണിന്, അതേപോലെ ഗർഭിണികളൊക്കെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പണ്ട് കാലത്തൊക്കെ ലാസ്റ്റ് സമയത്ത് ഇത് തിളപ്പിച്ചിട്ടുള്ള വെള്ളമൊക്കെ കഴിച്ചിരുന്നു. ഇപ്പൊന്നും അങ്ങനെ ആരും കഴിക്കാറില്ല. യോഗരീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ടും പറിച്ചെടുത്തിട്ട് കൊത്തി അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം 2 നേരം കഴിക്കുക. വളരെ നല്ലതാണ്. നമ്മളാരും ഇതൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ വഴിയരികിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു ചെടിയാണിത്. ഈ നിൽക്കുന്ന ചെടി വാദംകൊല്ലി, അതേപോലെ ഒടിച്ചുത്തി എന്നൊക്കെ പറയും. പ്രായമായ ആൾക്കാരൊക്കെ കുളിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇല എടുക്കാറുണ്ട്. പുളിയുടെ ഇലയും ഈ ഇലയും കൂടിയിട്ട് നന്നായിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാറുണ്ട്. ഈ വേനൽക്കാലത്ത് ഇത് ഇത്ര പച്ചയിൽ നിൽക്കുന്നത് നമ്മളിതിന് നനച്ച് കൊടുക്കാറുണ്ട്. പ്രായമായ ആൾക്കാർക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും വൃത്തിക്ക് നിൽക്കുന്നത്. അടുത്തതായിട്ട് ഈ കാണുന്ന ചെടി നാഗവെറ്റില, അമൃത സഞ്ജീവനി, മുറികൂട്ടി എന്നൊക്കെ പറയുന്ന ചെടിയാണ്. വളരെ നല്ലതാണ്. ഫൈൽസിനും ഫിസ്റ്റുലക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒടിച്ചുത്തിയുടെ ഇലയും ഇതേപോലെ നാഗവെറ്റിലയും കഞ്ഞുണ്ണിയുടെ ഇലയും 3 ഇലയും ഒരേപോലെ ഉള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. നാഗവെറ്റില ദിവസവും ഓരോ ഇല കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഫിസ്റ്റുലയും ഫൈൽസും തീരെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അറിയാത്തവർക്ക് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് കഞ്ഞുണ്ണി. മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിയുന്നതിനൊക്കെ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ കഞ്ഞുണ്ണിയുടെ ഇല ഇട്ടിട്ടാണ് നമ്മൾ എണ്ണ കാച്ചിയെടുക്കാറ്. ഈ നിൽക്കുന്നത് പനിക്കൂർക്കയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചെറിയ കുട്ടികളുടെ വീട്ടിൽ പനിക്കൂർക്കയും ബ്രഹ്മയും നമ്മളെല്ലാവരും വളർത്തുന്നതാണ്. ഇവിടെ ബ്രഹ്മി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ ആളില്ലാത്ത കാരണം അത് വെള്ളം ഒഴിക്കാതെ ഒക്കെ ഉണങ്ങിപ്പോയി. നമുക്ക് പനിക്കും ചുമക്കൊക്കെ ചെറിയ കുട്ടികളിലേക്ക് ഇതിൻ്റെ നീര് കൊടുക്കാറുണ്ട്. അതേപോലെ ഈ നിൽക്കുന്നതാണ് ഇരുവേലി, ചുമക്കൂർക്ക എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇലയുടെ നീര് നമുക്ക് വയറുവേദനയ്ക്കും അതേപോലെ ചുമക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. കഫം കെട്ടിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ചെടി. അപ്പോൾ ഇരുവേലിയും അതേപോലെ പനിക്കൂർക്കയും നമുക്ക് മാറിയാൽ അറിയില്ല, രണ്ടും ഒരേപോലെ തന്നെയാണ്. ചുമക്കൂർക്കയുടെ ഇല ഇത്തിരി കനം കുറവുണ്ടാവും, പനിക്കൂർക്കയുടെ ഇത്തിരി കട്ടി കൂടിയ ഇല ആയിരിക്കും. ഈ നിൽക്കുന്നത് ഞാൻ നട്ടു വളർത്തിയ കുറ്റിക്കുരുമുളകാണ്. നമ്മുടെ വീട്ടിലൊക്കെ കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര ഉണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല മരത്തിൻ്റെ മീതെയാണെങ്കിൽ. അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് പിടിച്ച് കിട്ടണമെങ്കിൽ 2 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ആയിട്ടുള്ളത്. ആദ്യം ചെറിയ കവറിൽ, എന്നിട്ട് അതിലും ഇത്തിരിയും കൂടി വലിയ കവറിലേക്ക് മാറ്റും. അതിന് ശേഷമാണ് ഈ ബക്കറ്റിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 4-5 വർഷത്തിലധികമായി. നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അതിൽ കുരുമുളക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നട്ട് വളർത്തിയ പച്ചമുളക് ചെടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ആളില്ലാത്ത കാരണം ഇപ്രാവശ്യം നമുക്ക് നോക്കാൻ പറ്റിയില്ല. എന്നിട്ട് 1-2 ചെടി ഉണ്ടായിരുന്നു. അതിനെ നല്ലപോലെ നോക്കിയപ്പം മുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മുളക് വിത്തൊക്കെ പാവിയിട്ടുണ്ട്. ചെടികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല, ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. മുളക് ചെടിയുടെ അടുത്ത് കാണുന്നത് ഉരുളൻകിഴങ്ങാണ്. അത് നന്നായിട്ട് മുളച്ച് വലുതായി നിൽക്കുന്നുണ്ട്. മുളക് ചെടിയുടെ ഒഴിഞ്ഞ പാത്രത്തിലൊക്കെ ഞാൻ പൊന്നാങ്കണ്ണി ചീര വെച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടായിട്ടുണ്ട്. മുളകിന് നമ്മൾ കൊടുത്തിട്ടുള്ള വളങ്ങളൊക്കെ ഉള്ള കാരണം തോന്നുന്നുണ്ട് നല്ല ഇലയായിട്ട് കാണുന്നുണ്ട്. ഇതേപോലെ പൊന്നാങ്കണ്ണി ചീര വലുതായി കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ പൊന്നാങ്കണ്ണി ചീര. കാശ്മീരി മുളകിൻ്റെ വിത്ത് പാകിയതാണ് ഈ നിൽക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉരുളൻകിഴങ്ങ് മുളച്ചത് ഒരു കവറിൽ വെച്ച് കൊടുത്തതാണ് ഈ നിൽക്കുന്നത്.
തൈകളായിട്ട് പിന്നെ അത് പൂവാറാണ്. അപ്പോൾ ഇതേപോലെ മുളച്ച് കണ്ടപ്പോൾ അത് മണ്ണിൽ വെച്ച് കൊടുത്തതാണ്, വളർന്ന് വരുന്നുണ്ട്. ഇതേപോലെ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ചെടി വെച്ച് പിടിപ്പിക്കണത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആളില്ലാത്ത കാരണമാണ് ഇപ്രാവശ്യം മുളകൊന്നും അധികം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇനി ഞാൻ മുളക് തൈ പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പൈനാപ്പിളിൻ്റെ തലപ്പ് വെച്ച് കൊടുത്തിട്ട് പിടിപ്പിച്ചതാണ് ഈ കാണുന്ന പൈനാപ്പിൾ ചെടികളൊക്കെ. ഈ നിൽക്കുന്നത് കൊടംപുളിയുടെ തൈയാണ്. കൊടംപുളി വിത്ത് മുളച്ചത് പെട്ടെന്നൊന്നും കായ്ക്കില്ല. പക്ഷേ ഒട്ട് തൈ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കായ്ച്ച് കിട്ടും. പിന്നെ ഇത് ആണും പെണ്ണും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2 ചെടിയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. അപ്പം കായ്ക്കാത്ത മരം നമ്മളെ വീട്ടിലുണ്ട്. ഇതാ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഉണ്ടായാൽ കായ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള പൂക്കളുള്ള കൊടംപുളി മരത്തിൻ്റെ മുകളിൽ കായകൾ ഉണ്ടാവില്ല. ഇത് കായ്ക്കാത്ത കൊടംപുളിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആണെങ്കിൽ കായ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേപോലെ കൊഴിഞ്ഞു പോണ പൂക്കളുണ്ടെങ്കിൽ അറിയാം ആ മരം കായ്ക്കില്ല എന്നുള്ളത്. അപ്പോൾ കൊടംപുളി വെച്ച് പിടിപ്പിക്കാൻ ഒട്ട് തൈയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം, കാട്ടുപന്നികൾ നശിപ്പിച്ച മഞ്ഞളാണിത്. മഞ്ഞൾ നശിപ്പിക്കില്ല എന്ന് പറയും, മഞ്ഞളും അവർ നശിപ്പിക്കും. അപ്പോൾ വാഴയും ഓമയൊന്നും നമ്മൾ വെച്ചാൽ തീരെ ഉണ്ടാവാറില്ല, അതൊക്കെ അവർ നശിപ്പിക്കാറാണ്. ഗ്രോ ബാഗിലും നമ്മൾ ബക്കറ്റിലൊക്കെ വെക്കുന്ന ചെടികളാണെന്ന് വെച്ചാൽ പന്നികൾ അങ്ങനെ നശിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു ഓമത്തൈ ഞാനൊരു ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം. പുറത്ത് മുളച്ച തൈ എടുത്തിട്ട് ഇതേപോലെ ഡ്രമ്മിൽ വെച്ചതാണ്. തീരെ ഓമ നമ്മളെ വീട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് പന്നികൾ സമ്മതിക്കുന്നില്ല. വെച്ച തൈകൾ മുഴുവനായിട്ടും അവർ മുറിച്ചിട്ടിട്ടുണ്ടാവും. വീട്ടിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മാങ്ങകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോ കൂടെ കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ പറമ്പിലെ വിശേഷങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.